ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കട്ട പോസ്റ്റായ ഒരു കഥയാണ്. കട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെയുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ ഗൈസ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതെവിടെയാണ്? എന്തോ വെയിറ്റിങ്ങിലാണല്ലേ? യെസ്, ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ്. ഏത് എയർപോർട്ടാണിത്? ഇത് മംഗലാപുരം എയർപോർട്ടാണ് ഗൈസ്, മാംഗ്ലൂർ എയർപോർട്ട്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഫ്ലൈറ്റ് ടു ഡൽഹി. സോ ഞാൻ ഡൽഹി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഡൽഹിക്കുള്ള ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിഗോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഞാനൊരു 1.5 മണിക്കൂർ മുൻപേ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. മീൻസ് ബോർഡിങ്ങിൻ്റെയും എക്സാക്ട് ടൈമിൻ്റെയും കുറച്ച് മുൻപായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാനെന്ത് വിചാരിച്ചെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ലോഞ്ച് യൂസ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ മാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ച് അവൈലബിൾ അല്ല ഗൈസ്. സോ അതുകൊണ്ട് നമുക്ക് കാർഡ് ആക്സസിങ് ഒന്നും നടന്നില്ല. പിന്നെ ഇങ്ങനെ ആകെ പോസ്റ്റ് അടിച്ച് പണ്ടാരടങ്ങി നിന്ന് ഒരുപാട് വെയിറ്റ് ചെയ്തു. കാത്തിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് കാത്തിരുന്നതിന് ശേഷം അവർ എന്ത് ചെയ്തു, നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ക്യൂ ഇട്ടു. ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഊഴമെത്തി. ഞാനും അങ്ങനെ എൻ്റെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഫ്ലൈറ്റിനെ ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ നടന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ പോവാണ്. ആക്ച്വലി ഞാനൊരു 3-4-5 പ്രാവശ്യം ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരി ഒരു അത്ര എനിക്കിഷ്ടമല്ല ആക്ച്വലി ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിനകത്ത് കയറി. ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ എയർ ഹോസ്റ്റസ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞു തരുന്നത്. കുറച്ച് നേരം അവരെ ഇൻസ്ട്രക്ഷൻസൊക്കെ കണ്ടു. പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഫ്ലൈറ്റ് വല്ല മൂവ് ചെയ്ത് തുടങ്ങി. ഗ്രൗണ്ടിൽ നിന്നും ഇങ്ങനെ മൂവ് ചെയ്തു. ആക്ച്വലി റെഡ് ലൈറ്റ് കാണുമ്പോൾ റെഡും ഇങ്ങനെ നൈറ്റിലെ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോൾ എപ്പോഴും ലൈറ്റൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. സോ അതും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളങ്ങനെ ഗ്രൗണ്ടിൽ നിന്നും മെല്ലെ പറന്നുയരാണ് ഞങ്ങൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും സീറ്റിൽ ഉറപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ ഗ്രൗണ്ടിൽ നിന്നും ഉയർന്നു. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ നമ്മൾ എയറിലാണ് ഗൈസ്, എയറിൽ. സോ അങ്ങനെ നമ്മളിങ്ങനെ പോയി എയറിൽ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയാണ്. നൈറ്റ് യാത്ര ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഞാനിങ്ങനെ താഴോട്ട് നോക്കി പോയി. സോ അതിൽ നല്ല ഭംഗിയാണ് രാത്രിയിൽ കേട്ടോ. രാത്രിയിലാണ് എനിക്ക് എപ്പോഴും ഫ്ലൈറ്റ് യാത്ര ഇഷ്ടം. എനിക്ക് രാത്രിയിലാണ്. അങ്ങനെ ഇങ്ങനെ പോയി. ഈ ലൈറ്റ് ഇങ്ങനെ ചിറകിൽ അതിൻ്റെ വിങ്സിൽ ഇതിങ്ങനെ കത്തുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരും, പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ രാത്രി ഈ ലൈറ്റ് മാത്രം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകും. അത് പറയാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടെന്ന് പറയുന്നത് ഏകദേശം കാലിക്കറ്റ്